എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ശ്രീ ഹാഷ്മി, ഇപ്പോ ഇവിടെ എച്ച് സലാം നേരത്തെ കഴിഞ്ഞ പാദത്തിൽ പറഞ്ഞത് ദല്ലാൽ നന്ദകുമാർ എന്ത് വിശ്വാസ്യത എന്നാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ ഒരു വിശ്വാസ്യത ഇല്ലെങ്കിൽ ഇ പി ജയരാജൻ എന്താണ് സർ വിശ്വാസ്യത? ഈ ഇ പി ജയരാജൻ ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഗജ ഫ്രോഡായ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട ഇടാൻ പോയ കാഴ്ച കേരളം കണ്ടതല്ലേ? അപ്പൊ ആ പൊന്നാട ഇടാൻ പോയത് എന്തിനു വേണ്ടിട്ടാ? ഇനി ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന പേര് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തപ്പോഴാ വി എസ് അച്യുതാനന്ദന്റെ ഗോപ്യവും അധമവുമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും വ്യവഹാരങ്ങളുടെയും ദല്ലാൽ എന്ന നിലയിലല്ലേ ദല്ലാൽ നന്ദകുമാർ നമ്മൾ കേട്ടിട്ടുള്ളത്? എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. പിണറായി വിജയൻ പറയുകയാണ് ദല്ലാൽ നന്ദകുമാർ എന്നെ കാണാൻ വന്നിരുന്നു, ഞാൻ ആട്ടി ഇറക്കി വിട്ടു എന്നുള്ളതിന് ആരെങ്കിലും എന്തെങ്കിലും തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടോ? പിണറായി വിജയൻ തന്നെ പറയുകയല്ലേ. പിണറായി വിജയൻ ആരെങ്കിലും കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്ന് സ്വപ്ന സുരേഷിന്റെ വിഷയത്തിൽ നമുക്ക് ബോധ്യമായതല്ലേ? തഗ് ഡയലോഗല്ലേ അടിച്ചത്. പിന്നെ ചോദിക്കുന്നത് ധൈര്യമുണ്ടോ ദല്ലാളിന് പിന്നെയും എന്റെ മുന്നിൽ വരാൻ? ആഴ്ചയോടാഴ്ച എടുത്തിട്ട് സ്വപ്ന സുരേഷ് എടുത്തിട്ട് അലക്കുന്ന പിണറായി വിജയനാണ് ആളുകളോട് ചോദിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിന് എന്നെ പിന്നെയും കാണാൻ ധൈര്യമുണ്ടോന്ന്. പിന്നെ ചോദിക്കുകയാണ് എച്ച് സലാം, ഇതുപോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെ പിണറായി വിജയൻ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്റെ പൊന്നു ശ്രീ എച്ച് സലാമേ, ഈ ഫാരിസ് അബൂബക്കറിന്റെ അടുക്കളയിൽ പോയിരുന്ന അത്താഴം കഴിച്ച ചിത്രം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിണറായി വിജയനെ പറ്റി. വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ സർ ഈ ഇടയ്ക്ക് കാണുന്നുണ്ട് സാർ, സ്ഥിരമായി കാണുന്നുണ്ട് സാർ. കഴിഞ്ഞ ഡിസംബറിൽ വേണോ? കഴിഞ്ഞ ഡിസംബറിൽ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. കഴിഞ്ഞ ഡിസംബറിൽ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ പോയിട്ടില്ലേ? നീ നിക്ക്, ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കട്ടെ സാറേ. വടി വെട്ടിട്ടല്ലേ ഉള്ളൂ, ഒന്ന് കേൾക്കുന്നേ. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ദുർബലമാകുമ്പോൾ ഇടപെട്ട് അനുകൂലപ്പെടുത്തുക എന്നുള്ളത്. പോട്ടെ, എന്താ ആ പ്രതീക്ഷയും തകർന്നു. അദ്ദേഹം ചോദിച്ചു, ഫോൺ വിളിച്ചത് ചില നേതാക്കന്മാരൊക്കെ ഫോൺ വിളിച്ചു. ആ നേതാക്കന്മാരൊക്കെ ഫോൺ വിളിച്ചത് അസ്വസ്ഥപ്പെടാതെ സഹോദര, അസ്വസ്ഥപ്പെടാതെ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഫോൺ വിളിച്ചത് ഭരണഘടന പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന പ്രസ്താവന താങ്കൾ ചോദിച്ചോട്ടെ. ആ ഫോൺ വിളിച്ചതെല്ലാം താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അർത്ഥതലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ താങ്കൾ രാജ്യസഭാ മെമ്പർ, കൈരളി ചാനലിന്റെ MD, കൈരളി ചാനലിന്റെ പഴയ ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസ് MP, അദ്ദേഹം ഈ സരിത എസ് നായർ എന്ന് പറയുന്ന വ്യക്തിയെ നിരന്തരമായി വിളിച്ചത് മൂലധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സാറേ? ജോസ് കെ മാണി, നിങ്ങൾ ഒരുപാട് സമരം ചെയ്തതാണല്ലോ. ജോസ് കെ മാണിയെ സരിത എസ് നായർ വിളിച്ചു എന്ന് ഇപ്പോഴും അതിന്റെ കോൾ ലിസ്റ്റിനെ പറ്റി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ആ വിഷയത്തിൽ നിങ്ങൾ ജോസ് കെ മാണി തള്ളി പറയാൻ തയ്യാറുണ്ടോ? ഇനി അങ്ങനെയാണ് ആരോപണമെങ്കിൽ KB ഗണേഷ് കുമാറിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് സാർ മറുപടി പറയാനായിട്ടുള്ളത്? ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ബാക്കി പേരുകളും കൂടെ നമുക്ക് പറയാം സാറേ. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇനിയും നിങ്ങളുടെ ചോദ്യം, ശ്രീ ഹാഷ്മിയുടെ ചോദ്യം, അത് ഈ ഇടതുപക്ഷത്തിന്റെ സൈബർ ഹാൻഡിലെ വിവരമില്ലാത്ത വെട്ടിക്കിളി കൂട്ടം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്ന് ശ്രീ എച്ച് സലാം അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ നിയമസഭാ പ്രൊസീഡിങ്സ് അറിയുന്ന വിവരവും ബോധമുള്ള ഒരു നിയമസഭാ സാമാജികനോ അത് പറയില്ല. കാരണം എന്താ? അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അടിയന്തര പ്രമേയം അവതരണാനുമതി ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. ആ ചർച്ച പൂർത്തീകരിച്ചതിന് ശേഷം ഇത് അംഗീകരിക്കപ്പെട്ടു, അത് ചർച്ച ചെയ്തു. ഇനി മുഖ്യമന്ത്രി പറഞ്ഞു ഈ വിഷയത്തെ പറ്റി പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. അപ്പൊ ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ടു. പിന്നെ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നല്ല ശ്രീ ഹാഷ്മി അർത്ഥം. അത് വിവരവും ബോധവും ഇല്ലാത്ത അന്തംഗമികളായിട്ടുള്ള സൈബർ വെട്ടുക്കിളികളുടെ ഒരു ഭാഷ്യമാണ്. മര്യാദയ്ക്ക് സംസാരിക്കണം. മാനകെട്ടവനെ ഉനക്കല്ലടാ മര്യാദ വേണ്ടിയിരിക്കേ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട് ഇതൊന്നും ഏക്കൂല.
അല്ല ഈ ചർച്ചയെല്ലാം കഴിയുമ്പോൾ അരുൺകുമാർ എന്ന് പറയുന്ന എന്റെ യുവ സ്നേഹിതൻ വീട്ടിൽ പോയി സ്വസ്ഥമായി ഈ ചർച്ച ഒന്നുകൂടി കേട്ടു നോക്കണം. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്നിട്ട് ഈ ചർച്ചയ്ക്കകത്ത് ഉയർന്നു വന്ന ചോദ്യം എന്താണെന്നും താങ്കൾ പറയുന്ന മറുപടി എന്താണെന്നും ആ ചോദ്യവും മറുപടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ താങ്കൾ തന്നെ ചോദിക്കണം. വെഞ്ഞാറമൂട് കേസ് CBIക്ക് വിട, റഹീമിനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാമോ? വെഞ്ഞാറമൂട് കേസ് CBIക്ക് വിടെന്നും പറഞ്ഞിട്ട് നിരാഹാരം ഇരുന്ന ഉപവാസം അനുഷ്ഠിച്ചയാളുടെ പേര് അടൂർ പ്രകാശ് എന്നാ. കുടുങ്ങാൻ പോകുന്ന നിങ്ങളുടെ നേതാവായിരിക്കും. റഹീമിനെ കൊണ്ട് സമ്മതിപ്പിക്കാം. ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. ഇവിടെ അരുൺകുമാർ വാദഗതിക്കിടയിൽ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നതിനിടയിൽ പറഞ്ഞു പോയതാണോ എന്ന് എനിക്കറിയില്ല. CBIയെ തടയാൻ വേണ്ടിയിട്ടല്ല സർക്കാർ ശ്രമിച്ചതെന്ന്. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. ഈ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുന്ന ആ പെറ്റീഷനകത്തെ പ്രിലിമിനറി പ്ലീ, അതായത് CBIയുടെ അന്വേഷണത്തെ പ്രതിരോധിക്കണം, സംസ്ഥാനത്തിനകത്ത് CBI അന്വേഷണം പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ അത് അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ്. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. 2, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തി തന്നെ പറഞ്ഞു ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് CBI അന്വേഷണത്തെ ഇവർ അംഗീകരിക്കുന്നില്ല? 2, എന്നെ സംശയിക്കരുത്. എന്റെ അരുണെ താങ്കളുടെ വാദഗതികൾ ദുർബലമായതിന് താങ്കൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒച്ച വെച്ചിട്ടല്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹം കാണും. താങ്കളെ വിലയിരുത്തും, എന്നെ വിലയിരുത്തും. ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാതെ ഇരിക്കുവാനുള്ള ഒരു മര്യാദ താങ്കൾ കാണിക്കണം. ആ മര്യാദ താങ്കളിൽ നിന്ന് ഒരു ചർച്ചയിലും എനിക്ക് ലഭിച്ചിട്ടില്ല. അതൊരു നല്ല സംസ്കാരമല്ല എന്ന് മാത്രം. അത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. നുണ ഏത് നുണയാ ഞാൻ പറഞ്ഞത്? ശ്രീ അരുണെ, താങ്കളുടെ അവസരത്തിൽ പറയൂ. താങ്കൾ എന്തെല്ലാം പ്രചണ്ഡ കള്ളങ്ങൾ പറഞ്ഞു ഇവിടെ. അതിനൊക്കെ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചോ? ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഒന്ന്, പിന്നെ കുടുംബത്തെ സംരക്ഷിച്ചതിനെ പറ്റിയിട്ടുള്ള മഞ്ജുഷിന്റെ ചോദ്യം അവസാന നിമിഷം വരെ അരുൺ പറഞ്ഞു ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. എന്താ അരുൺ ഒളിച്ചു മാറുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ഈ ഒന്നിനകത്ത് 1, 2, 3 പ്രതികള്, ആ 3 പ്രതികളുടെ ഭാര്യമാർക്ക് ജോലി കിട്ടുന്നു. എങ്ങനെ ജോലി കിട്ടുന്നു? ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അവർക്ക് എന്താ, ഭർത്താക്കന്മാർ ജയിലിൽ പോയപ്പോൾ പെട്ടെന്ന് ഈ നാട്ടിലെ പൊതുപരീക്ഷകൾ എഴുതുവാനായിട്ടുള്ള പ്രത്യേകമായ എന്തെങ്കിലും ട്രെയിനിങ് ലഭിച്ചോ? ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പരീക്ഷ പാസ്സായിട്ടാണോ ഇവർക്ക് 1, 2, 3 റാങ്കുകൾ ലഭിച്ചിട്ട് അവർ ജോലിക്ക് കയറുന്നത്? അത് ശരി. പ്രക്ഷോഭമുണ്ടായി, മരവിപ്പിച്ച ഉത്തരവ്, വീണ്ടും പ്രതിക്ക്, 2ാം പ്രതിയുടെ ഭാര്യയ്ക്ക് വീണ്ടും നിയമിക്കുന്നു. ഇതെവിടുത്തെ ന്യായമാണ്? പാർട്ടി ഓഫീസിൽ ഇവർ കിടന്നുറങ്ങുന്നു, എന്നിട്ടും പറയുന്നു പാർട്ടിക്ക് പങ്കില്ല. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. പാർട്ടിയുടെ മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാനത്തെ മുതിർന്ന നേതാവ്, അയാൾ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അയാൾ നേരിട്ട് പോയി സംസ്ഥാനത്തിന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പിണറായിയാണ് ആഭ്യന്തരം ഭരിക്കുന്നതെന്നുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വണ്ടി തടഞ്ഞ് പ്രതികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം കഴിയുമ്പോഴും താങ്കൾ പറയുകയാണ് ഞങ്ങൾ ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോ ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? രാവണൻ 10 തലയായവന്. ഇതിനകത്ത് ഈ തലയ്ക്ക് 2 ചെറുപ്പക്കാരുടെ തല തല്ലിപ്പൊളിച്ച് തല പൊട്ടിച്ച് തലച്ചോറ് ചിതറിച്ച കേസിൽ ആയുധം കൊടുത്തയാളെ നിങ്ങളുടെ അന്വേഷണ സംഘം സാക്ഷിയാക്കുകയാ. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. അത് ഈ ഇന്ത്യയിലെ, താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ, താങ്കളും കോടതിയിൽ അത്യാവശ്യമെങ്കിലും പോകുമായിരിക്കുമല്ലോ. താങ്കൾ കേട്ടിട്ടുണ്ടോ ആയുധം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ എടുക്കേണ്ടുന്ന കേസുകൾ ഏതൊക്കെയാ? അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി 302 അല്ലേ? ആ 302 ചാർത്തപ്പെടേണ്ട ആളെങ്ങനെയാണ് ഒറ്റ സുപ്രഭാതത്തിൽ സാക്ഷിയായി മാറുന്നത്? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.